ലവ് മാരേജ് ആണോ? ലവ് മാരേജ്. എങ്ങനെയാണ് ഇത്ര ഷൈ ആയിട്ടുള്ളത്? എനിക്കത് അറിയായിരുന്നു. ചാറ്റ് ചെയ്യുന്നതിന് ഷൈ വേണ്ടല്ലോ. മേഘ ഇപ്പുറത്തെ സൈഡിൽ നല്ല സ്മാർട്ടായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ മേഘയില് എന്തെങ്കിലും കൊണ്ടത്തില് മേഘ മാക്സിമം അഖിലിനെ പുഷ് ചെയ്യാൻ നോക്കുന്നുണ്ട്, ഫുൾ ബാക്ക് സപ്പോർട്ട് നൽകിക്കൊണ്ട്, അല്ലേ? ഓന്റെ ജീവിതത്തിലാണെങ്കിൽ ഇപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഭയങ്കരമായിട്ട് ഒരു ഹൈപ്പ് വന്നൊക്കെ പറയുന്നുണ്ട്. ലക്ക് എന്ന് പറയും. അപ്പൊ അതേപോലെയാണ് ഇപ്പൊ സിനിമയിലേക്ക് വന്നതൊക്കെ. ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് സോഷ്യൽ ഇൻഫ്ലുവൻസറും അതുപോലെ തന്നെ കണ്ടന്റ് ക്രിയേറ്ററും അതുപോലെ തന്നെ സിനിമാ നടനും എല്ലാമായ നമ്മുടെ അഖിൽ അദ്ദേഹത്തിൻ്റെ വൈഫായ മേഘ ഇപ്പോൾ ഒരു ബസ് കണ്ടക്ടർ കൂടെ ഒളിച്ചോടിപ്പോയി എന്നുള്ള ഒരു വാർത്തയാണ്. ഈ മാസം നമുക്ക് 1, 2, 3 അല്ല അതിൽ കൂടുതൽ ഒളിച്ചോട്ടങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ അഖിൽ എന്ന് പറയുന്ന മനുഷ്യൻ വളരെ പച്ചയായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഈ കലയോടും കലാകാരന്മാരോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് അദ്ദേഹം മർച്ചന്റ് നേവിയിലായിരുന്നു അദ്ദേഹത്തിന് ജോലി. ആ ജോലിയെല്ലാം രാജിവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലേക്ക് വന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ റീൽസുകളും എല്ലാം കണ്ടാൽ നമുക്ക് വളരെ ജെന്യൂനായിട്ട് നമുക്ക് അത് ഫീൽ ചെയ്യുകയും അതുപോലെ തന്നെ മലയാളികൾക്ക് ഒരുപാട് അത് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഫാമിലി പ്രേക്ഷകരാണ് അദ്ദേഹത്തെ ആകർഷിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഏകദേശം 4.5 മില്യൺസോളം സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിൽ തന്നെ അദ്ദേഹത്തിന് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടും അദ്ദേഹം തീർച്ചയായിട്ടും വെച്ചടി ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിന് കയറ്റം തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കരിയറിൽ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന ഒരു സമയമാണിത്. ഈ സമയത്താണ് വൃത്തികെട്ട ആ സഹോദരി അദ്ദേഹത്തെ ഇട്ടെറിഞ്ഞുകൊണ്ടിട്ട് ഒരുത്തൻ്റെ ഒപ്പം ഓടിപ്പോയത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. കാരണം ഞാൻ അങ്ങനെ പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ പീക്ക് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ ഒരു സിനിമയിൽ ഒരു അവസരം കിട്ടി, അതിൽ അഭിനയിച്ച് അദ്ദേഹത്തിനോടൊപ്പം വന്നതിന് ശേഷമാണ് ഈ മേഘ എന്ന് പറയുന്ന സഹോദരിയെ 4 പേരെങ്കിലും അറിഞ്ഞത് എന്ന് ഞാൻ വളരെ ഉറപ്പിച്ച് പറയുകയാണ്. അതിനു മുന്നേ നിങ്ങൾക്ക് ആർക്കും ഈ സഹോദരിയെ കേൾവി പോലും ഉണ്ടാകുമെന്ന് എനിക്ക് സംശയമാണ്. അദ്ദേഹത്തിൻ്റെ ഒപ്പം വന്നതുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ ഒപ്പം നിന്നതുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഫെയിമിനൊപ്പം നിന്നതുകൊണ്ട് മാത്രമാണ് മലയാളികൾക്ക് ഈ മേഘ എന്ന് പറയുന്ന കഥാപാത്രത്തെ മനസ്സിലാക്കാനും അറിയാനും സ്നേഹിക്കാനും എല്ലാം വേണ്ടി സാധിച്ചത്. എന്നാൽ ആ ഒരു തണൽ വൃക്ഷം നിങ്ങൾക്ക് ഇല്ലാതായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ നട്ട് വനച്ച് അതിനെ വലുതാക്കി എന്നൊക്കെ നിങ്ങൾക്ക് പറയാമായിരിക്കും. പക്ഷെ അതൊക്കെ സത്യമാണ്. പക്ഷെ ആ മരത്തിൻ്റെ ഒപ്പം ചേർന്ന് നിൽക്കുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്കും അതിൻ്റേതായ ഒരു ശക്തി ഉള്ളൂ. അവിടെ നിന്ന് പോയ സമയത്ത് നിങ്ങൾ വെറും 0 ആയി മാറി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. 3 വർഷം പ്രേമിച്ചിട്ടാണ് നിങ്ങൾ കല്യാണം കഴിച്ചത്. അല്ലാതെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മാരേജൊക്കെ ആയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചില്ല. അദ്ദേഹത്തെ എനിക്ക് അറിയില്ലായിരുന്നു എന്നൊക്കെ പറയാം. ഒരുപാട് സ്നേഹിച്ചിട്ട് 2 ദിവസം മുന്നേ സ്വന്തം ചാനലിൽ ബ്ലോഗ് ഇട്ട വ്യക്തിയാണ്. ഒരു വിഷമവും ഒരു പ്രശ്നവും ഇതുവരെ ഉന്നയിക്കാത്ത ഒരാൾ ഇന്നലെ കണ്ട ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോകുമ്പോൾ തീർച്ചയായിട്ടും വൃത്തികെട്ടവൾ എന്ന് മാത്രമേ എനിക്ക് അതിനെ നിങ്ങൾക്ക് വിശേഷിപ്പിക്കാൻ വേണ്ടി സാധിക്കൂ. കാരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു തെറ്റുണ്ടായതായിട്ട് ഇന്ന് വരെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആരും തന്നെ കണ്ടെത്തിയിട്ടില്ല. പക്ഷേ ആ സഹോദരി അങ്ങനെയാണ് പറഞ്ഞത്. ഏതായാലും ഈ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും അഖിൽ എന്ന് പറയുന്ന മനുഷ്യൻ്റെ കൂടെ ഞങ്ങൾ കട്ടക്ക് സപ്പോർട്ടാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആദ്യമായിട്ട് ആ സഹോദരി ഒളിച്ചോടുന്നത് രാത്രി 11 മണിക്ക് നിങ്ങൾക്ക് കാണാം. ഒരു കാറിൽ പോകുന്ന ആ സീൻ നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തരാം. ആദ്യമായിട്ട് നമുക്ക് അതൊന്ന് കാണാം. അതിനുശേഷം ആ സഹോദരിയെക്കുറിച്ച് ഇദ്ദേഹം പറഞ്ഞ വാക്കുകളും പോലീസ് സ്റ്റേഷനിൽ നടന്ന കാര്യങ്ങളും എല്ലാം നമുക്ക് തീർച്ചയായിട്ടും ഒന്ന് പരിശോധിക്കണം. പോകാൻ വീഡിയോയിലേക്ക്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ ചാനൽ കാണുന്നത്, ദയവായി സപ്പോർട്ട് ചെയ്യാൻ ചാനൽ ഒന്ന് സബ് ചെയ്ത ശേഷം കാണാൻ വേണ്ടി ശ്രമിക്കുക. കാണാം നമുക്ക് ഓടിപ്പോകുന്ന വീഡിയോ.
അപ്പോൾ നിങ്ങൾ കണ്ടു കാണും, വളരെ പ്ലാൻഡ് ആയിട്ടാണ് സഹോദരി ഒളിച്ചോടിയത് എന്ന് വളരെ വ്യക്തമാക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ്, ഒരു വീഡിയോ ക്ലിപ്പ്, ഒരു CCTV ദൃശ്യം തന്നെയാണ് ഇത്. ഇതെങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഇവരുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൻ്റെ CCTV ക്യാമറ ഏതായാലും ഈ ഫ്രണ്ട് സൈഡ് ഈ റോഡിലേക്ക് തിരിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. ഏതായാലും ഈ സഹോദരിയെ കാണാതായ ഉടനെ തന്നെ അഖിൽ എന്ന് പറയുന്ന മനുഷ്യൻ അടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തിരുന്നു. എൻ്റെ ഭാര്യ മിസ്സിംഗ് ആണ്, കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. രാത്രി എല്ലാ പരിപാടികളും ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങിയതാണ്. ആ സ്ഥലത്ത് നിന്ന് നിങ്ങൾ കണ്ടു കാണും. ഒന്നും എടുക്കാതെ പോയതാണെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാം. അല്ല, ബാഗെല്ലാം പാക്ക് ചെയ്ത് വേണ്ട സാധനങ്ങളെല്ലാം എടുത്ത്, സ്വർണവും പണ്ടവും എല്ലാം എടുത്ത് വളരെ പ്ലാൻഡ് ആയിട്ടാണ് ഈ സഹോദരി മുങ്ങിയത് എന്ന് കൂടി നിങ്ങൾ ആലോചിക്കണം. ആ CCTV ദൃശ്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാം. ആ CCTV ഫുട്ടേജ് പോലീസ് അവിടെ വന്ന് പരിശോധിച്ച ശേഷം ഹോട്ടൽ അധികൃതരോട് സമ്മതം വാങ്ങിയതിന് ശേഷം എടുത്ത CCTV ഫുട്ടേജാണ്. നിങ്ങളുടെ ഭാര്യ ഒളിച്ചോടിയതാണ് എന്ന് പോലീസുകാർ തന്നെയാണ് അദ്ദേഹത്തെ, ഭർത്താവായ ഈ അഖിലിനെ അറിയിച്ചത്. ഏതായാലും അദ്ദേഹം മാനസികമായിട്ട് തകർന്നു പോയി എന്നുള്ളതാണ്. അത്രമാത്രം ആ സഹോദരിയെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ്. എവിടെ പോയാലും, ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഇടയ്ക്കായാലും അതുപോലെ തന്നെ ആരെന്ത് ചോദിച്ചു കഴിഞ്ഞാലും എൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ എൻ്റെ ഭാര്യയാണ്, അവൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ടുണ്ട്, അവരുടെ പുഷാണ് എന്നെ ഇവിടെ എത്തിക്കാൻ വേണ്ടി സഹായിച്ചത്. പിന്നെ ഞാൻ സിനിമയിലെത്തുക എന്നൊക്കെ പറയുന്നത് ഏറ്റവും വലിയ ആഗ്രഹം ഈ മേഘ എന്ന് പറയുന്ന എൻ്റെ വൈഫിനാണ് എന്നെക്കാട്ടിൽ കൂടുതൽ എന്ന് അദ്ദേഹം ഒരു ജാള്യതയും ഇല്ലാതെ തുറന്നു പറയുന്നത് നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞതുപോലെ വളരെ സങ്കടം തന്നെയാണ്. മലയാളികൾക്ക് വളരെ സ്നേഹം ഈ കുട്ടിയോട് തോന്നാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ വിശ്വസിക്കുന്നത് അഖിലിൻ്റെ ഭാര്യ എന്ന് പറയുന്ന ഒരു നാമധേയം ഉള്ളത് കൊണ്ട് മാത്രമാണ്, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കൊണ്ട് മാത്രമാണ്, അദ്ദേഹത്തിൻ്റെ, ഞാൻ പറഞ്ഞതുപോലെ ആ മരത്തിൻ്റെ ഒപ്പരം കൂടി നിൽക്കുന്ന സമയത്ത് മാത്രമേ ഈ മേഘ എന്ന് പറയുന്ന കഥാപാത്രത്തിന് മലയാളികളുടെ ഇടയിൽ സ്ഥാനമുള്ളൂ. ഏതായാലും നിങ്ങളിപ്പോൾ ഒളിച്ചോടിയൊക്കെ പോയിട്ട് തീർച്ചയായിട്ടും ഈ ഒരു സംഭവം ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ അങ്ങോട്ട് സമാപിക്കും. നിങ്ങൾക്ക് എന്തിൻ്റെ കുറവായിരുന്നു എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലെങ്കിലും വ്യക്തമാക്കേണ്ടിയിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ 2-3 ദിവസം പോലും നിങ്ങൾ ബ്ലോഗ് ഇട്ട സമയത്തും നിങ്ങൾക്ക് സുഖമില്ല എന്ന് പറഞ്ഞ സമയത്തും ആ മനുഷ്യൻ ഹോസ്പിറ്റലിൽ വന്ന് ഇരുന്ന് നിങ്ങളുടെ തല തടവുന്ന വിഷയമൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ്. നിങ്ങൾ ഒരുപാട് മലയാളികൾ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ സബ്സ്ക്രൈബേഴ്സ് മില്യൺസ് കണക്കിനായതും. അതുപോലെ തന്നെ അദ്ദേഹത്തിനും ഇപ്പോൾ അദ്ദേഹത്തിനെ ഞാൻ പറഞ്ഞതുപോലെ കരിയറിൻ്റെ പീക്കിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ഇട്ടെറിഞ്ഞു പോയ നിങ്ങളെ ഒരിക്കലും മലയാളികൾ കൈവിടുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള ന്യായമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് പറഞ്ഞിട്ടോ ഒരിക്കലെങ്കിലും നിങ്ങളത് പുറത്തു വിടുകയോ ചെയ്യണമായിരുന്നു. അതൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ല. പക്ഷേ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ വീട്ടിൽ നിന്ന് കമ്പ്യൂട്ടർ പഠിക്കാനെന്ന് പറഞ്ഞുകൊണ്ടിട്ട് പുറത്തേക്ക് പോവുകയാണ്. ആ പോകുന്ന സമയത്ത് എനിക്ക് ബസ്സിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ബസ്സിൽ പോകുന്നു. ആ ബസ്സിൽ പോകുന്ന സമയത്താണ് ഇദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യുന്നതും പരിചയപ്പെടുന്നതും. 3 മാസത്തെ ബന്ധം മാത്രമേ ഇദ്ദേഹമായിട്ടുള്ളൂ. ആ 3 മാസം ബന്ധം കൊണ്ട് തന്നെ ഇദ്ദേഹത്തെ പ്രേമിച്ചിട്ട് ഒളിച്ചോടി പോവുകയാണെങ്കിൽ എനിക്ക് അഖിലിനോട് പറയാനുള്ളത് അങ്ങോട്ട് പോട്ടെ എന്ന് വെക്കുന്നതാണ് നല്ലത്. കാരണം അത്രമാത്രം അഗാധമായ സ്നേഹം, നിങ്ങളുമായിട്ട് 3 കൊല്ലം പ്രേമിച്ച് കല്യാണം കഴിച്ചതിന് ശേഷവും 2 വർഷമായി, ഏകദേശം 5 വർഷത്തോളമുള്ള സ്നേഹബന്ധത്തിനേക്കാൾ കൂടുതലാണ് 3 മാസം കണ്ട ആ പരിചയപ്പെട്ട ആ മനുഷ്യനെന്ന് ആ സഹോദരിക്ക് തോന്നുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് കളയുന്നത് തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ചാടാനുള്ളത് ചാടിപ്പോവുക തന്നെ ചെയ്യും. നിങ്ങൾ സ്നേഹിച്ചിട്ടും നിങ്ങൾ എന്ത് കൊടുത്തിട്ടും യാതൊരു കാര്യവുമില്ല. ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞതുപോലെ വൈഫിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഒരുപാട് നല്ല നല്ല വാക്കുകളാണ് അദ്ദേഹം പറയാറുള്ളത്. നമുക്ക് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ ഏതാണ് ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. നിങ്ങൾ ലവ് മാരേജ് ആണോ? ലവ് മാരേജ്. എങ്ങനെയാണ് ഇത്ര ഷൈ ആയിട്ടുള്ളത്? എനിക്കത് അറിയായിരുന്നു. ചാറ്റ് ചെയ്യുന്നതിന് ഷൈ വേണ്ടല്ലോ. അവിടെ ഒരു മടി ഉണ്ടായില്ല. എവിടെ മേഘനെ കണ്ടേ? അത് എന്റെ വീടിനടുത്ത് തന്നെയാണ് വീട്. ഞങ്ങള് അത് ഈ പറഞ്ഞ ഞങ്ങൾ മിണ്ടുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെ അവളെ കണ്ടിട്ടില്ല. എനിക്കൊന്ന് അവർ അച്ഛനെ കണ്ടുണ്ട്. അച്ഛനെ എനിക്കറിയാം. അപ്പൊ മിണ്ടിയതിന് ശേഷമാണ് അറിയുന്നത് ഇന്ന ആളുടെ. അല്ല, മിണ്ടണെങ്കിൽ ആദ്യം എവിടെയാ കണ്ടേ? സോഷ്യൽ മീഡിയയില്. ഓ, സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ട് ചാറ്റിംഗ് തുടങ്ങി. ചാറ്റ് ചെയ്തു. ഓക്കെ. പിന്നെ ഫോൺ വിളിച്ചു. അങ്ങനെ കുറച്ചുകൂടെ അടുത്തു. പിന്നെ വിചാരിച്ചു ഒരുപോലെ പോവാം. അങ്ങനെ വീട്ടിൽ പറഞ്ഞു. ആദ്യം കുറച്ച് ഇതൊക്കെ ഉണ്ടായത്. പക്ഷെ നല്ലത് പിന്നെ അവർക്ക് മനസ്സിലായി സംഭവം. അപ്പൊ 2 വീട്ടുകാർക്ക് ഓക്കെ ആയി. പിന്നെ അവർ സംസാരിച്ചു. അങ്ങനെ അവസാനം ഒരു കല്യാണത്തിൽ എത്തിച്ചു. മേഘയുടെ ക്യാരക്ടർ എങ്ങനെയാ? ഇതേപോലെ എത്ര ഇൻട്രോവേർട്ട് ആണോ? അവളും കുറച്ച് ഇൻട്രോവേർട്ടാണ്. അവർ ഈ പറഞ്ഞോട്ട് ഫിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കുറെ കൂടെ ധൈര്യശാലിയാ. ഈ പറഞ്ഞ ഗേൾസ് കുറച്ചുകൂടെ സ്മാർട്ടാണ്. കാര്യങ്ങളൊക്കെ നല്ല ചെയ്തോളൂ. അപ്പോ മേഘ ഇപ്പുറത്തെ സൈഡിൽ നല്ല സ്മാർട്ടായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ മേഘയില് എന്തെങ്കിലും ഇതുകൊണ്ട് തന്നെ മേഘ മാക്സിമം അഖിലിനെ പുഷ് ചെയ്യാൻ നോക്കുന്നുണ്ട്, ഫുൾ ബാക്ക് സപ്പോർട്ട് നൽകിക്കൊണ്ട്, അല്ലേ? ആ ഒരു എനർജി ലെവലിലാണ് അഖിൽ എനിക്കിപ്പോ തോന്നുന്നു കുറച്ചും കൂടെ ഒന്ന് ബൂസ്റ്റ് ആവാൻ പറ്റും, അല്ലേ? ആവാൻ പറ്റും. അപ്പോൾ അദ്ദേഹം പറയുന്നത് നിങ്ങൾ കണ്ടു കാണും. എൻ്റെ എല്ലാ വിജയത്തിൻ്റെ പുറകിലും ഒരു സ്ത്രീ ഉണ്ട് എന്ന് പറയുന്നത് പോലെ അവരുടെ വൈഫിനെ കുറിച്ചിട്ട് വളരെ വാചാലനായിട്ട് അദ്ദേഹം സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന് സിനിമയിലെത്താനുള്ള ഏറ്റവും വലിയ ആഗ്രഹവും ഈ മേഘക്കായിരുന്നു എന്നൊക്കെയാണെങ്കിൽ പറയുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ആ സ്നേഹവും ആ ഒരു
ഇതെല്ലാം കണ്ടറിഞ്ഞ് പോയി, എന്നിട്ട് പോലും അതൊന്നും മനസ്സിലാക്കാതെ ഞാൻ പറഞ്ഞതുപോലെ ഇന്നലെ കണ്ടവൻ്റെ കൂടെ ഇറങ്ങിപ്പോകാനുള്ള സഹോദരിയുടെ മനസ്സ് അത് വലിയ ഒരു കഠിനമായ ഒരു തീരുമാനമായി പോയി ജീവിതത്തിൽ എന്നാണ് എനിക്കതിനെക്കുറിച്ച് വിശേഷിപ്പിക്കാനുള്ളത്. ഇനി അഖിലിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ ഇല്ലേ എന്ന് നമുക്കറിയില്ല. ഏതായാലും അതൊക്കെ പുറത്ത് വരുന്ന സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഏതായാലും ഇന്നലെ കണ്ട ഒരു മനുഷ്യനെ കൂടെ ഏതായാലും ഇത്രയും കാലം ജീവിച്ച മനുഷ്യനെക്കാട്ടിൽ നല്ലതാണ് എന്ന് അഖില കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഏതായാലും ഇതിൻ്റെ ഇടയിൽ പടമിറങ്ങിയ സമയത്ത് അദ്ദേഹത്തോട് ചോദിക്കുന്ന സമയത്ത് പോലും അദ്ദേഹം ഈ മേഘയെ കുറിച്ച് സംസാരിക്കുന്ന ഒരു വാക്കുകൂടി നമുക്കത്. അവന്റെ ജീവിതത്തിലാണെങ്കിൽ ഇപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഭയങ്കരമായിട്ട് ഒരു ഹൈപ്പ് വന്നൊക്കെ പറയുന്നുണ്ട്. ലക്ക് എന്ന് പറയും. അപ്പൊ അതേപോലെയാണ് ഇപ്പൊ സിനിമയിലേക്ക് വന്നതൊക്കെ. എങ്ങനെയാണ് വൈഫിനെ കുറിച്ച് എങ്ങനെ സപ്പോർട്ടീവ് ആണോ കാര്യങ്ങൾ? വൈഫ് സപ്പോർട്ട് ചെയ്യുമല്ലോ, എല്ലാ കാര്യത്തിലും സപ്പോർട്ട് തന്നെയാണ്. വീഡിയോസ് എടുക്കാനും സപ്പോർട്ടാണ്. സിനിമയ്ക്കായാലും അവളാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട്. കല്യാണം 2 വർഷം 3 വർഷമായില്ലേ? ഇല്ല, 2 കൊല്ലം ആവുന്നുള്ളൂ. എവിടെയും ഞാൻ പറഞ്ഞതുപോലെ മേഘയെ ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്ത് എൻ്റെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് അഖിൽ എപ്പോഴും ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഞാൻ അതാണ് പറഞ്ഞത്. അത്രമാത്രം അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷൻ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഒരു റീൽസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അഖിലിനെ കുറിച്ചിട്ട് തീർച്ചയായിട്ടും ഏകദേശമായ ഒരു രൂപം കിട്ടുകയും അദ്ദേഹം ഏതായാലും സോഷ്യൽ മീഡിയയെയും ഈ സിനിമയെയും അതുപോലെ തന്നെ ഈ റീൽസിനെയും എല്ലാം ഒരുപാട് സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നല്ലൊരു ജോലി ഒഴിവാക്കിയിട്ട് അദ്ദേഹം ഇവിടെ വന്നിട്ട് ഈ ഒരു പണി എടുക്കുന്നത്. എന്നിട്ടും അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് നല്ലൊരു സമയമായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒപ്പം കൂടി നിന്നുകൊണ്ട് അദ്ദേഹത്തിനൊരു പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് ഒരു ബൂസ്റ്റിംഗ് കൊടുത്തുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടിരുന്ന പകരം അദ്ദേഹത്തെ വലിച്ച് താഴെ ഇട്ടതിന് ശേഷമാണ് ആ സഹോദരി ഏതായാലും കളഞ്ഞു കഴിഞ്ഞത്. ആ ചാപ്റ്റർ ഞാൻ ക്ലോസ് ചെയ്തു എന്നാണ് ഇപ്പോൾ അഖിൽ പറഞ്ഞത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അത് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഏതായാലും ഇത്തരത്തിൽപ്പെട്ട ആൾക്കാർ, ചാടിപ്പോകാൻ നിൽക്കുന്ന ആൾക്കാർ, അതിന് ജാതി മതം ഒന്നുമില്ല. അവർക്ക് പോകേണ്ട സമയത്ത് തീർച്ചയായിട്ടും അവർ പോവുക തന്നെ ചെയ്യും. അത് ഇന്നലെ കണ്ടവനായാലും ശരി, ഇനി ഒരു മാസം കണ്ടവനായാലും ശരി, അവർക്ക് അന്നപ്പം കാണുന്ന അത് തന്നെയാണ് അവരുടെ ഒരു ഇഷ്ടവും ഒരു സ്നേഹവും. അതാണ് ഒരു യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കി പോവുകയാണ്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവർ തിരിച്ചു വരികയും ചെയ്യും. ഞാൻ പറഞ്ഞതുപോലെ ഈ സഹോദരി 2 ദിവസം മുന്നേ ഇട്ട വീഡിയോൻ്റെ ഒരു ഭാഗം തീർച്ചയായിട്ടും അത് കണ്ടാൽ നമ്മുടെ മനസ്സിനൊരു വേദന എടുക്കും. നമുക്കതൊന്ന് 2-3 ദിവസമായിട്ട് രാവിലെ എണീക്കുമ്പോൾ തന്നെ എന്താണെന്നറിയത്തില്ല, ഭയങ്കര ക്ഷീണമാണ്. എന്നാൽ പിന്നെ വൈറ്റമിൻ ഡി ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാമെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ട് കാണും. സുഖമില്ല എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ട് കാണാം. അതിനുശേഷം ഹോസ്പിറ്റലിൽ പോയിട്ട് ആ മനുഷ്യൻ ആ തലഭാഗത്ത് ഇരുന്നിട്ട് തീർച്ചയായിട്ടും ഇങ്ങനെ തടവി കൊടുക്കുന്നതെല്ലാം നിങ്ങൾ കണ്ട് കാണും. ആ സമയത്ത് പോലും ഈ സഹോദരി ആ മനുഷ്യനെ ഉള്ളിൻ്റെ ഉള്ളിൽ വഞ്ചിക്കുകയായിരുന്നു എന്നാണ്. നിങ്ങൾ ആലോചിക്കണം. ആ സമയത്ത് പോലും മറ്റൊരു മനുഷ്യനെ സ്നേഹിച്ചു കൊണ്ടിട്ടുള്ള അഭിനയം, അത് ഒന്നൊന്നര അഭിനയം തന്നെയാണ്. ഏതായാലും ഇത്തരത്തിലത്തെ വഞ്ചകന്മാർക്കൊന്നും മലയാളി സമൂഹത്തിൽ ഏതായാലും ഒരു സ്ഥാനവുമില്ല. പക്ഷേ ഇനിയുള്ള ജീവിതത്തിൽ തീർച്ചയായിട്ടും അവർക്ക് ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കാരണം ഈ അഖിലിൻ്റെ കൂടെ ജീവിച്ച സമയത്തൊന്നും അത്ര പ്രാരാബ്ദങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും ആ സഹോദരി അറിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഏതായാലുമുള്ള ജീവിതത്തിൽ ഇനി റീൽസും വീഡിയോ എല്ലാം ചെയ്തിട്ട് ഇതുപോലെ തന്നെ ഫെയിമായിട്ട് എനിക്ക് പിടിച്ചു നിൽക്കാമെന്നുള്ള ആ ഒരു ധാരണയിലാണ് പോയത് എങ്കിൽ തീർച്ചയായിട്ടും ആ സഹോദരിക്ക് തെറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മലയാളികൾ തരത്തിൽപ്പെട്ട സ്ത്രീകളെ ഒന്നും ഒരു കാരണവശാലും അംഗീകരിച്ച ഒരു സംസ്കാരം നമ്മുടെ മലയാളത്തിന് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. ഏതായാലും ഇത്തരം ഒളിച്ചോട്ടക്കാർക്കൊക്കെ തീർച്ചയായിട്ടും ഒരു വാണിംഗ് കൊടുക്കുകയാണ്. കാരണം നിങ്ങൾ ഒളിച്ചോടി പോകുന്നതൊക്കെ കൊള്ളാം. ഞാൻ പറഞ്ഞതുപോലെ ദയവ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡുമായിട്ട് യോജിച്ച് പോകാൻ വേണ്ടി പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ബ്രേക്ക് എടുക്കുക. ഒരു ബ്രേക്ക് എടുത്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് 1 മാസമോ, ഏറ്റവും ചുരുങ്ങിയതാണ് ഞാൻ പറയുന്നത്, 1 മാസമോ 2 മാസമോ ഒന്ന് മാറി താമസിക്കുക. ആ മാറി താമസിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മനസ്സിനെയും ഒന്ന് തിട്ടപ്പെടുത്തട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെയും ഒന്ന് തിട്ടപ്പെടുത്തുക. എന്നിട്ട് നിങ്ങൾ ഒളിച്ചോടി പോയിക്കോളൂ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്തോ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്, എന്തോ ഒരു പ്രശ്നമുണ്ട്, അവർക്ക് യോജിച്ച് പോകാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ ഇട്ടേച്ച് പോയത് എന്നൊക്കെ മനസ്സിലാക്കാം. ഇതൊന്നുമില്ല. ആ ഭർത്താവിനെ ഉറക്കിക്കിടത്തി പായയിൽ ഉറക്കുക, അവിടെ നിന്നിട്ട് ഇപ്പുറത്തെ ഒരുത്തനെ വണ്ടി വിളിച്ച് വരുത്തുക, അത് കയറി പോവുക എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ താഴെ തന്നെ വന്ന ഒരു കമൻറ്റ് നമുക്ക് ആ നാട്ടുകാരൻ തന്നെ എഴുതിയതാണ് മനസ്സിലാക്കുന്നു. അദ്ദേഹം പറയുകയാണ്, ശരിയാണ്, സംഭവം നടന്നിട്ട് 2 ദിവസമായി. അവർ പന്തളം പൂക്കോട് സ്വദേശിയായിട്ടുള്ളവ ബസ് ഡ്രൈവറായ അനൂപ് എന്ന ആളുടെ കൂടെയാണ് പോയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം ഡ്രൈവറാണോ കണ്ടക്ടറാണോ എന്ന് നമുക്കറിയില്ല. ഏതായാലും പോകാൻ അദ്ദേഹം പോയി ഒരു ബസ്സുകാരൻ്റെ കൂടെ തന്നെയാണ് പോയത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഏതായാലും 2 ദിവസമായി, 3 ദിവസം മുന്നേ ഉള്ള ആ വീഡിയോ ആണ് ഞാൻ അവസാനമായിട്ട് നിങ്ങൾക്ക് വെച്ച് തന്നത്. ഇത്ര മാത്രമേ ഉള്ളൂ. ജീവിതത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങൾ സ്നേഹിക്കുന്ന,
സ്ഥിരപ്പെട്ട ഭാര്യമാർ തീർച്ചയായിട്ടും ഒളിച്ചോടി പോവുകയാണെങ്കിൽ അത് ഉപേക്ഷിക്കുന്നതാണ് എന്തുകൊണ്ടും അഖിലിനും അദ്ദേഹത്തിൻ്റെ കരിയറിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാം നല്ലത് എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ആ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്തു എന്ന് അഖിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് നല്ല കാര്യം തന്നെയാണ്. അത് ക്ലോസ്ഡ് തന്നെ ആയിരിക്കണം. ഇനി ഒരിക്കലും തിരിച്ച് ആ ചാപ്റ്റർ തുറക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യരുത്. ഇത്തരത്തിൽപ്പെട്ട ആൾക്കാരെ ജീവിതത്തിൽ ഒരിക്കലും വിശ്വസിക്കാൻ വേണ്ടി കൊള്ളില്ല. ഏതായാലും അങ്ങനെ പോകുന്നവർ ഏതായാലും പോകട്ടെ. അഖിൽ എന്ന് പറയുന്ന മനുഷ്യ സ്നേഹിയായ, മലയാളികൾ സ്നേഹിക്കുന്ന കണ്ടന്റ് ക്രിയേറ്ററായ, സോഷ്യൽ ഇൻഫ്ലുവൻസറായ അദ്ദേഹത്തിന് ഏതായാലും മലയാളി സമൂഹത്തിൻ്റെ പിന്തുണ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മാക്സിമം ഷെയർ ചെയ്ത് കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ ചാനൽ കൂടി ഒന്ന് സബ് ചെയ്ത് ഒരു ലൈക്കൊക്കെ കൊടുത്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. വീണ്ടും നല്ല വീഡിയോ ആയി വരുന്നവരെ നന്ദി, നമസ്കാരം, ബൈ.